السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أصحاب الصالحين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം എന്നത് വിദ്യാഭ്യാസം എന്നതിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസം മനുഷ്യനെ ശക്തനും സ്വതന്ത്രനുമാക്കുകയാണ്. അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തനാക്കുകയാണ്. പ്രപഞ്ചത്തിലെ ആദരണീയ സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. ആ മനുഷ്യന്റെ ചിന്തകളിലൂടെയാണ് ഓരോ കാര്യവും നാം ആലോചിച്ച് ഈ ഭൂലോകത്തേക്ക് വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ചിന്തയ്ക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ചിന്ത നല്ലതാവണമെങ്കിൽ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം പ്രാധാന്യമാണ്. ആ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചാൽ മാത്രമാണ് നാം ഓരോരുത്തരുടെയും ചിന്തകൾ മികവിലേക്ക് എത്തുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വായിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കപ്പെട്ട ആദ്യ വചനമാണ്, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും ഔദാര്യവാനാണ്. അവൻ എഴുത്തുപകരണം കൊണ്ട് പഠിപ്പിച്ചു, മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ചു. സൂറത്തിലെ അഴകിലെ ആയത്തുകളിലെ വിവർത്തനമാണ്. ഇസ്ലാം അറിവിനെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഈ ആയത്തുകൾ തെളിയിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. മറ്റൊരു ഹദീസിൽ കാണാം, അറിവ് തേടുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കിക്കൊള്ളും. വിദ്യാഭ്യാസം എന്താണ് ചെയ്യുന്നത്? അത് നമ്മെ ശാക്തീകരിക്കുകയാണ്. അജ്ഞാതത്തിന്റെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിന്റെ വെളിച്ചത്തിലേക്ക് നാം ഏവരെയും കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസം. അത് ശരി തന്നെയാണ്. ഇത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും തന്നെ ശക്തിപ്പെടുത്തുകയാണ്. നെൽസൺ മണ്ടേല പറഞ്ഞില്ലേ, ലോകത്തെ തന്നെ ഏറ്റവും മാറ്റിമറിക്കാൻ കഴിവുള്ള ഏറ്റവും മാരകമായ ശക്തമായ ആയുധം എന്നത് വിദ്യാഭ്യാസമാണ്. അതാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഒരു അടിമയെ പോലെയാണ്, ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും അടിമ. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുള്ള ഒരുവൻ സ്വതന്ത്രനാണ്, സ്വന്തം ജീവിതം മുന്നോട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. വിദ്യാഭ്യാസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം. അതെ, ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നു, ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു തലമുറയെ പഠിപ്പിക്കുന്നു. കാരണം കുട്ടിയുടെ അമ്മയാണ് കുട്ടിയുടെ ആദ്യ അധ്യാപിക. വിദ്യാസമ്പന്നമായ ഒരമ്മയിൽ ജനിക്കുന്ന തലമുറ ശക്തമായിരിക്കും. ഇന്ത്യൻ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിത്വമാണ്. എന്നാൽ തന്റെ പരിശ്രമങ്ങൾക്കൊന്നൊടുവിൽ അദ്ദേഹം ഇന്ത്യൻ മിസൈൽ മാനും രാഷ്ട്രപതിയുമായി മാറുകയാണ്. മലാല യൂസുഫ്സായി പാകിസ്ഥാനിൽ താലിബാൻ വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അതിനെതിരെ പോരാടി. അദ്ദേഹം കൂലികൊണ്ടിട്ടും നേരിട്ടു. ഇതാണ് തന്റെ അവസാന പരിശ്രമങ്ങൾക്കൊന്നൊടുവിൽ അദ്ദേഹത്തിന് ആ സമ്മാനം നേടിയെത്തി, അത് നോബൽ സമ്മാനം.